ഹലോ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന എൻ്റെ പ്രഗ്നൻസി ഡെലിവറി സ്റ്റോറി ആട്ടോ. ഞാനൊരു Q&A പോലും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം എന്തുകൊണ്ട് ഇങ്ങനൊരു സബ്ജക്റ്റ് ഇപ്പോൾ പറയുന്നു എന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിൽ അത് പറയാം എന്നൊരു ഫീൽ എനിക്ക് ഉള്ളിൽ തോന്നുന്നു. ഇപ്പോൾ ചേർതാണ്, ഇപ്പോൾ ഇത് പറയുകയാണെങ്കിൽ എനിക്കും കൂടെ കുറച്ചും കൂടി എല്ലാം ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. ചിലപ്പം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഇതുമായിട്ടുള്ളൊരു ടച്ച് ചിലപ്പം വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. എൻ്റെ പ്രഗ്നൻസി ഇപ്പം നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ടതുപോലെ എൻ്റെ പ്രഗ്നൻസി ഞാൻ അറിയുന്നത് 5ാമത്തെ മാസമാണ്. ഇത് കേട്ട പലരും, അതിപ്പം നമുക്ക് അടുത്തറിയുന്നവരായിരിക്കും, നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ളവരായിരിക്കും, എല്ലാവരും അയ്യോ അതെന്തോ ഭയങ്കര പാവം പോലെ, ഞാൻ ചെയ്ത ഏറ്റവും വലിയ പാപം, 5 മന്ത് വരെ അറിഞ്ഞില്ലേ പ്രഗ്നൻ്റ് ആണെന്ന്, അതെന്താ അറിയാതിരുന്നത്, അപ്പം ഇങ്ങനെ പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ഗോസിപ്പുകളൊക്കെ ഉണ്ടാക്കുമല്ലോ, അങ്ങനെ ഓരോന്നൊക്കെ പറയാൻ തുടങ്ങി. സത്യത്തിൽ എൻ്റെ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഞങ്ങൾ ആഫ്റ്റർ ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞ് ഞങ്ങളൊരു ഹണിമൂൺ പോലും പോകുന്നതിന് മുമ്പ് ഡയറക്റ്റ് ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ ജോബിലേക്കാണ്. ഞങ്ങളുടെ ജോബ് എയർപോർട്ടിലാണ്. ഞങ്ങൾ രണ്ടുപേരും ഹൈദരാബാദ് എയർപോർട്ടിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഡയറക്റ്റ് ഞങ്ങളുടെ ജോബിന് ജോയിൻ ചെയ്യുന്നു. നൈറ്റ് ഷിഫ്റ്റും ഡേ ഷിഫ്റ്റും ഒക്കെ ഉണ്ട് എയർപോർട്ടിൽ. അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ പീരിയഡ്സ് എന്ന് പറയുന്ന ഈ സാധനം എനിക്ക് ലൈഫിൽ ഒരിക്കലും ഹാപ്പിനെസ് അല്ല, എപ്പോഴും ഒരു ട്രോമയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ പീരിയഡ്സ് ഭയങ്കര ഒരു ട്രോമയാണ്. എനിക്കൊരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിൽ എനിക്ക് ആദ്യമായിട്ട് പീരിയഡ്സ് ആവുന്നത് മുതൽ പിന്നീട് അങ്ങോട്ടുള്ള എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരുപാട് നല്ല നിമിഷങ്ങൾ നശിപ്പിച്ച ഒരു സാധനമാണ് ഈ പീരിയഡ്സ്. കാരണം 4ഉം 5ഉം ദിവസം വരെ ആയിരിക്കും എനിക്ക് പീരിയഡ്സ് പെയിൻ വരുന്നത്. മിക്ക ദിവസങ്ങളിലും സ്കൂളിൽ പോകുന്ന ടൈമിലാണ് ആവുന്നതെങ്കിൽ ക്ലാസ് ടീച്ചർ എന്നെ വിളിക്കും. ക്ലാസ് ടീച്ചർ വീട്ടിൽ നിന്ന് വിളിക്കും. ഞാൻ കിടന്ന് കരയുമ്പോൾ വീട്ടിലോട്ട് വിളിച്ചിട്ട് എന്നെ വന്ന് കൊണ്ടുപോകാൻ പറയും ഉമ്മയോട്. അങ്ങനെ വണ്ടി വിളിച്ച് വന്ന് കൊണ്ടുപോകുന്നു. അങ്ങനെ എൻ്റെ എത്ര ക്ലാസ് മിസ്സായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് ആബ്സെൻസ് ഉണ്ടായിട്ടുള്ളത് 9th സ്റ്റാൻഡേർഡിന് ശേഷമാണ്. കാരണം ഈ പീരിയഡ്സ് എന്നുള്ള സംഭവം കൊണ്ട് എനിക്ക് മിക്ക ദിവസം ക്ലാസ്സിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു 5-6 ദിവസം വരെയൊക്കെ എനിക്ക് എണീച്ച് നിൽക്കാൻ പറ്റാത്ത പെയിൻ, ഞാൻ ആഹാരം കഴിക്കാതെയും ഒക്കെ കടന്ന് ഇങ്ങനെ കരയുന്ന അമ്മാതിരി പെയിനായിരുന്നു എനിക്ക് പീരിയഡ്സ് ടൈമിൽ. അപ്പം പിന്നെ എൻ്റെ പീരിയഡ്സ് റെഗുലർ ആവാൻ തുടങ്ങി. അപ്പം പല ഡോക്ടർമാരെ കാണിച്ചു, സ്കാൻ ചെയ്തു. ഈ പെയിൻ എന്താ ഇങ്ങനെ വരുന്നതെന്ന് അറിയാനും നമ്മൾ ഒരുപാട് ഡോക്ടേഴ്സ്മാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് വെച്ചാൽ ഇത് സ്വാഭാവികമാണ്, മിക്കവർക്കും ഇപ്പം ഇങ്ങനെ പെയിൻ ഉണ്ട്. പിന്നെ പീരിയഡ്സ് ഇപ്പോൾ കറക്റ്റ് ആവാത്തതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഫുഡിൻ്റെ ആണ്, നമ്മുടെ ഫുഡ് റൊട്ടീനൊക്കെ ഇപ്പോൾ അങ്ങനെ ആണല്ലോ, അപ്പോൾ അതൊക്കെ കൊണ്ടാണ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറഞ്ഞത്. അപ്പം ഞങ്ങൾക്ക് അതിലൊരു വലിയ അത്ഭുതമായിട്ട് ഫീൽ ചെയ്തില്ല. കാരണം പിന്നെ നമ്മുടെ കുടുംബത്തും മിക്കവർക്കും അങ്ങനെ തന്നെയാണ്, പീരിയഡ്സ് ഭയങ്കര വേദന. ഇപ്പം എൻ്റെ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഉമ്മയ്ക്കും എന്നെ പോലെ, പക്ഷെ ഉമ്മക്ക് 4-5 ദിവസമൊന്നും ഉണ്ടാവില്ല, ഒരു 2-3 ദിവസമൊക്കെ ഭയങ്കര പെയിൻ ആയിരിക്കും. എനിക്ക് പക്ഷേ 4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എഴുന്നേക്കാൻ പറ്റാത്ത പെയിൻ. എൻ്റെ ലൈഫിൽ ഞാൻ നല്ലൊരു കോഴ്സ് പഠിക്കാൻ പോലും പോവാതിരിക്കാൻ കാരണം ഈ പീരിയഡ്സ് ആണ്. മിക്കവരുടെ ലൈഫിലും പീരിയഡ്സ് ഒരു ഹാപ്പിനെസ് ആണ്. ഫസ്റ്റൊക്കെ പീരിയഡ് ആകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിനെസ് ആണെങ്കിൽ എനിക്ക് ആ ഫസ്റ്റ് ടൈം മുതൽ ഈ നിമിഷം വരെ പീരിയഡ്സ് ഒരു ട്രോമ തന്നെയാണ്. പക്ഷേ ആഫ്റ്റർ ഡെലിവറി എനിക്ക് കുറച്ച് പെയിനൊക്കെ കുറവുണ്ട്, അത് വേറെ സത്യം. അപ്പം ഇപ്പോൾ ഈ പീരിയഡ്സിൻ്റെ കഥ പറയാൻ കാരണം തന്നെ എൻ്റെ ഈ പ്രഗ്നൻസിയുടെ സംഭവമാണ്. ഞാൻ 5ാമത്തെ മാസമാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയാൻ കാരണം, ഫസ്റ്റ് എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിന് ഹൈദരാബാദ് പോകേണ്ടി വന്നപ്പോൾ ഞാൻ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് പീരിയഡ്സ് ആവാതിരിക്കാനുള്ള ഒരു ടാബ്ലറ്റ് മേടിച്ചു. അപ്പോൾ ഡോക്ടർ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഡെയിലി 2 എണ്ണം വെച്ച് കഴിക്കണം. എന്നിട്ട് എന്ന് നിങ്ങൾക്ക് ആവശ്യം കഴിഞ്ഞോ, നിങ്ങൾക്ക് പീരിയഡ്സ് ആവാൻ ടൈമായി എന്ന് തോന്നുമ്പോൾ നിങ്ങൾക്കിത് നിർത്തുമ്പോൾ പീരിയഡ്സ് ആവും. അതായിരുന്നു ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്ന കാര്യം. അപ്പം ഞാൻ വിചാരിച്ചു നല്ല കാര്യം, എനിക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ലല്ലോ പീരിയഡ്സ് ആയാലും, അപ്പം ഇത് കഴിച്ചിട്ട് പോവാം എന്നുള്ള മൈൻഡിൽ ഞാനിത് കഴിച്ചിട്ടാണ് ഞാൻ പോകുന്നത്, ഹൈദരാബാദിലേക്ക് പോയി ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളും കുറച്ച് എന്തായിരുന്നു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കാണിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തു, ഞങ്ങൾ തിരിച്ചു വന്നു. പിന്നെ ഞങ്ങളുടെ ജോയിൻ ഡേറ്റ് ആയി, ബട്ട് എനിക്ക് പീരിയഡ്സ് ആയില്ല. ഞാൻ ടാബ്ലറ്റ് കഴിച്ച് നിർത്തിയതിന് ശേഷം എനിക്ക് പീരിയഡ്സ് ആയില്ല. കാരണം പണ്ടും എൻ്റെ പീരിയഡ്സ് റെഗുലർ ഒന്നും അല്ല. ഇപ്പോൾ എനിക്ക് ഈ മാസം 20 ആവുകയാണെങ്കിൽ അടുത്ത മാസം ചിലപ്പോൾ 1-2 അങ്ങനെ പല ടൈമിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനതൊരു വലിയ സംഭവമാക്കി എടുത്തില്ല. ഞാൻ മാത്രമല്ല, ആരും അത്ര വലുതാക്കി എടുത്തില്ല. കാരണം അങ്ങനെയാണ് എനിക്ക് പീരിയഡ്സ്. പിന്നെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഒരു പ്രഗ്നൻസി അല്ലെങ്കിൽ ഒരു പാരൻറ്റിങ് ഇതിനെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു സംസാരം പോലും വന്നിട്ടില്ലാത്തൊരു ടൈമാണ്. അതുകൊണ്ട് എനിക്ക് അയ്യോ ഞാൻ പ്രഗ്നൻ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ നമ്മൾ മുൻകൂട്ടി അങ്ങനെ ചിന്തിച്ചോ ഒന്നും ചെയ്തിട്ടില്ല. അതിന് വേണ്ടിയിട്ടുള്ളൊരു മെൻ്റലിയോ ഫിസിക്കലോ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ആപ്റ്റ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനൊരു ടൈം. അപ്പം പഴയ പോലെ ഞങ്ങൾ റീജോയിൻ ചെയ്തു. ഞങ്ങളിപ്പോൾ
എനിക്ക് മിക്ക ദിവസങ്ങളിലും മോർണിംഗ് ഷിഫ്റ്റും ആൾക്ക് മിക്ക ദിവസങ്ങളിലും നൈറ്റ് ഷിഫ്റ്റും വരാൻ തുടങ്ങി. ഞങ്ങളുടെ പക്ഷേ ഈ പീരിയഡ്സിൻ്റെ സംഭവം ഞാൻ ആ സമയത്ത് വെച്ചാൽ എൻ്റെ ഒരു പ്രൊബഷൻ പീരീഡ് ഉണ്ട്. ഇപ്പോൾ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ഒരു പ്രൊബഷൻ പീരീഡ് ഒരു 6 മന്താണ്. ആ 6 മന്ത് ഇനി എനിക്ക് ലീവ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു പീരിയഡ്സ് പെട്ടെന്ന് ആയി കഴിഞ്ഞിട്ട് എനിക്ക് പെയിനും കാര്യങ്ങളും ആയിട്ട് എൻ്റെ ജോബ് പോകും. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും ഡ്രീം ചെയ്ത ജോബാണ് ഒരു എയർപോർട്ട് ജോബ്. ക്രൂ ആവുക എന്നുള്ളതായിരുന്നു എൻ്റെ ഡ്രീം. അപ്പോൾ ഞാൻ ഒരു ഗ്രൗണ്ട് ക്രൂ ആയി, അതും നല്ലൊരു എയർലൈനിലായി. ഞാൻ സ്റ്റാർ എയർ എന്ന് പറഞ്ഞൊരു എയർലൈനിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിൽ എനിക്കൊരിക്കലും ഇനി പീരിയഡ്സ് ആയതിൻ്റെ പേരിൽ ഇനി എൻ്റെ ജോബ് ഒരു ഇത് വരരുത്, കൂടെ വർക്ക് ചെയ്യുന്നവർക്കും ഒരു പ്രോബ്ലം വരരുത്. കാരണം നമ്മുടെ ഇതിൽ തന്നെ പെടും, നമ്മളെ കൊണ്ട് ഫസ്റ്റ് സൈൻ ചെയ്യിപ്പിക്കുന്ന എഗ്രിമെൻറ്റിൽ തന്നെ ഉണ്ട് പ്രൊവിഷൻ പീരീഡിൽ ഇടയ്ക്ക് ലീവ് എടുക്കാൻ പാടില്ല, ലീവ് കിട്ടില്ല. അപ്പോൾ എൻ്റെ മൈൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി ഇടയ്ക്ക് വെച്ച് പീരീഡ് ആവുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ആ വേദന സഹിച്ചിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ മൈൻഡിൽ. പക്ഷേ അവിടെ ഞാൻ നിൽക്കുന്ന ഒരു ടൈമിലും എനിക്ക് പീരീഡ്സ് ആയിട്ടില്ല. ഞാനപ്പോൾ പീരീഡ്സ് ആവും, എനിക്ക് പെയിൻ വരുന്നു എന്ന് തോന്നുന്ന ഒരു ടൈമിൽ എന്ത് ചെയ്യുമെന്നറിയാമോ, ആ ഡോക്ടർ എന്നൊരു ടാബ്ലറ്റ് എടുത്ത് കഴിക്കും. ഇതൊക്കെ എൻ്റെ പണ്ടത്തെ ഞാൻ ചെയ്തത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇപ്പം ആ സമയത്ത് എനിക്കെന്ന് വെച്ചാൽ എൻ്റെ ജോബാണ് ഏറ്റവും വലുത്. അതെൻ്റെ കയ്യിൽ നിന്ന് ഒരു രീതിയിലും അവിടെ വർക്ക്, ഞാൻ പുതിയൊരു സ്ഥലമാണ്, പുതിയ ആൾക്കാരുടെ ഇടയ്ക്കാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആർക്കും എൻ്റെ അടുത്തും ഒരു ഇത് തോന്നരുത് എന്നുള്ളൊരു മൈൻഡിൽ ഞാൻ ആ ടാബ്ലറ്റ് ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുക. ഹസ്ബൻഡിനോട് ഞാൻ ഇടയ്ക്ക് പറഞ്ഞു, ഇങ്ങനെ പീരീഡ്സ് ആവാതിരിക്കാനുള്ള ടാബ്ലറ്റാണ് ഞാൻ കഴിക്കുന്നത് എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് പീരീഡ്സ് ആവാത്തത് എന്നുള്ളതാണ്. അങ്ങനെ 2 മാസമായി, 3 മാസമായി, 4 മന്തൊക്കെ ആയപ്പോൾ എനിക്കിങ്ങനെ ചെറുതായിട്ടൊരു എന്താ പറയുക, ഒരു ക്ഷീണം, ആകെ മൊത്തം ഒരു വയ്യാഴികയൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ ആളോട് പറയുന്നുണ്ട്, എനിക്ക് എന്താണെന്ന് അറിയാൻ വയ്യ, ഇവിടുത്തെ വർക്ക് ഷിഫ്റ്റും നമ്മുടെ ഫുഡൊന്നും കറക്റ്റ് ആവുന്നില്ല. എന്ന് വെച്ചാൽ ഹൈദരാബാദിനാകുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ നാട്ടിലെ ഫുഡൊന്നും കിട്ടത്തില്ല, ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊന്നും എനിക്ക് ശരിയാവുന്നില്ല. അത് മാത്രമല്ല നമ്മുടെ ഡ്യൂട്ടി അങ്ങനത്തെയാണ്, നമുക്ക് കറക്റ്റ് ടൈമിന് ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല, എയർപോർട്ട് ഡ്യൂട്ടി അങ്ങനെയാണ്. അപ്പോൾ ആളോട് അത് പറഞ്ഞപ്പോൾ ആളിങ്ങനെ എന്നോട് പറഞ്ഞു, ആ ശരിയാ, ചിലപ്പോൾ നിനക്ക് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊന്നും ശരിയാത്തില്ല. അപ്പോൾ എനിക്ക് വീട് കിട്ടുന്ന പോലെ ഒരവസരം വന്നു. എൻ്റെ സർട്ടിഫിക്കറ്റിൽ ചെറിയൊരു കറക്ഷൻ, എനിക്ക് നാട്ടിൽ പോവാം, പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുള്ളൂ. എനിക്ക് ഭയങ്കര മൂഡ് സ്വിങ്സും കാര്യങ്ങളും ഒക്കെ. അപ്പം ഞാൻ വിചാരിച്ചു സർട്ടിഫിക്കറ്റ് അല്ലേ, അത് അവിടെ നിന്ന് അയച്ചു മേടിച്ചാൽ മതി എന്നുള്ളൊരു മൈൻഡിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നുക, ആൾ ഡ്യൂട്ടിക്ക് പോയേക്കും കേട്ടോ. അപ്പോൾ ആ ടൈമിൽ എനിക്ക് തോന്നുന്നു എനിക്ക് നാട്ടിൽ പോകണം, എനിക്ക് വീട്ടിൽ പോയി ഉമ്മയെ കാണണം. ഈ മൂഡ് സ്വിങ്സും കാര്യങ്ങളും ഒക്കെ ഈ പ്രഗ്നൻസിയായിട്ട് ബന്ധപ്പെട്ടത് എനിക്കത് മനസ്സിലാവുന്നില്ല. അന്നത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് പറയാനോ അങ്ങനെ ഇന്നതാണെന്ന് കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ പക്ഷേ എനിക്ക് ബോഡി വൈസ് ഒരു ചേഞ്ചും വന്നിട്ടില്ല, വയറില്ല, അങ്ങനെ ഒരു കാര്യങ്ങളില്ല. പക്ഷേ ഞാൻ 2-3 തവണ വൊമിറ്റ് ചെയ്തത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. അത് സംഭവിച്ചാൽ രാത്രി നല്ല വൈകി ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിൽ കയറി വരുമ്പോഴേ എനിക്ക് ആ റൂം ഇങ്ങനെ തുറക്കുമ്പോൾ, നമ്മളൊരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്, അപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ അത്ര നേരം ഇങ്ങനെ അടഞ്ഞു കിടക്കുക, നമ്മളവിടെ ഇല്ല, നമ്മളവിടെ ചിലവാക്കുന്നത് ഒരു 3-4 മണിക്കൂറുകൾ മാത്രമാണ്. കാരണം അത് കഴിഞ്ഞോടെ നമ്മൾ അടുത്ത ഷിഫ്റ്റ് ആവും, അങ്ങനെ പോകും. അപ്പം വന്ന് തുറക്കുമ്പോൾ കിട്ടുന്ന എന്തോ ഒരു സ്മെല്ലിൻ്റെ കൊണ്ട് എനിക്ക് വന്നതാണ് എന്നുള്ളൊരു മൈൻഡിൽ വെച്ചാൽ പുതിയ വീട് അല്ലെ അടച്ചിട്ട വീടൊക്കെ തുറക്കുമ്പോൾ നമുക്ക് എനിക്ക് തോന്നത്തില്ലേ, അതുകൊണ്ട് എനിക്ക് വന്നതാണെന്ന് കരുതി ഞാൻ 2-3 തവണയും അതിന് ഞാൻ വലിയൊരു സംഭവമായിട്ട് എടുത്ത് ഞാൻ അത് ബോധേഡ് ചെയ്യുന്നില്ല. ഞാൻ കളഞ്ഞു. ഈ പീരിയഡ്സ് ആവാത്തതും ഈ ഛർദിലും തമ്മിൽ ഞാൻ യാതൊരുവിധ കണക്ഷനും കണ്ടുവച്ചില്ല. അതും എൻ്റെ തെറ്റ് തന്നെ ആയിരിക്കാം. അപ്പം ഞാനത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ എനിക്ക് 2-3 തവണ ഛർദ്ദിച്ചതായിട്ട് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പം ഞാൻ നേരെ ഇങ്ങ് വീട്ടിൽ വന്നു. ഈ ആളോട് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സർട്ടിഫിക്കറ്റ് മേടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടും എനിക്കെന്തോ പെട്ടെന്നെങ്കിലും അവിടെ ഒറ്റയ്ക്ക് അപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊരു തോന്നില്ല. കാരണം ഇനി കറക്ഷനൊക്കെ കറക്റ്റ് ചെയ്താലേ എനിക്കിനി ജോബിന് കയറാൻ പറ്റുള്ളൂ. വീണ്ടും സർട്ടിഫിക്കറ്റ് അയച്ച് വാങ്ങിക്കുന്നതിനേക്കാളും ബെറ്ററല്ലേ ഞാൻ പോയി എടുക്കുന്നത് എന്നുള്ള മൈൻഡിൽ ഞാൻ അവിടുന്ന് യൂബർ വിളിച്ചു. എന്നിട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിക്ക് ഞാൻ ആളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നാട്ടിൽ പോവുകയാണ്, എനിക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ ആളെന്നോട് ചെയ്യുന്നുണ്ട്, ഇപ്പം എന്തിനാ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാൻ എനിക്ക് പോകണം എന്നാ തോന്നുന്നു, ഞാൻ പോയി വീട്ടിലെല്ലാവരും ഒന്ന് കണ്ടിട്ടൊക്കെ വരാം. സത്യം പറഞ്ഞാൽ എനിക്ക് ആ സമയത്ത് മൂഡ് സ്വിങ്സാണ്. ഒരു കാര്യമില്ല, ഞാൻ ആളോട് ഇങ്ങനെ ഞാൻ പോവാണ് എന്നൊക്കെ ഉള്ള മൈൻഡിലൊക്കെ സംസാരിച്ചിട്ട് ഞാനപ്പോൾ എന്നാൽ പിന്നെ ആൾ പറഞ്ഞു പോയിട്ട് വരൂ, നിനക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുമോ എന്ന് വെച്ചാൽ നമ്മൾ ഒരുമിച്ചേ യാത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ, അപ്പോൾ ഇതൊരു ഒറ്റയ്ക്ക് പോകില്ല. അപ്പോൾ ഞാൻ സാറില്ല, ട്രെയിനല്ലേ, രാവിലെ അങ്ങ് അവിടെ എത്തുമല്ലോ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ട്രെയിൻ കയറി നാട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഉമ്മയോട് പറയുന്നുണ്ട്, എനിക്ക് എന്താണെന്ന് അറിയാൻ വയ്യ, അവിടുത്തെ ഫുഡും കാര്യങ്ങളും കാലാവസ്ഥയും ഒന്നും പിടിക്കാനായിട്ടാണെന്ന് തോന്നുന്നു, എപ്പോഴും ക്ഷീണവും ഫുഡൊന്നും കഴിച്ചിട്ട് എനിക്ക് കറക്റ്റ് ആവുന്നില്ല. ഞാൻ 2-3 തവണ ഇങ്ങനെ വൊമിറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് വയറ്റിനകത്ത് എന്തോ പോലെ, ഇപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ പീരിയഡ്സ് ആവാണ്ടിരിക്കാനുള്ള ടാബ്ലറ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു, അതിനുശേഷം എനിക്ക് പീരിയഡ്സും ആയിട്ടില്ല, ഇനി അങ്ങനെ എന്തെങ്കിലും ആ ഗുളികയിൽ നിന്ന് വന്ന എന്തെങ്കിലും ആയിരിക്കുമോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാൽ നമുക്കിവിടെ ഹോസ്പിറ്റലിൽ ഒന്ന് പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇവിടെ നല്ലവനായ ഡോക്ടർ എന്നോട് ചോദിച്ചു, നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലാണ്, ഞാൻ ക്ലിനിക്കൊന്നും ഞാൻ പറയുന്നില്ല, പുള്ളിയോട് ഞാൻ പറഞ്ഞു
എനിക്ക് കണക്ക് ഞാൻ പീരീഡ്സ് ആവാതിരിക്കാനുള്ള ടാബ്ലറ്റ് 2-3 തവണയായിട്ട് കഴിച്ചു പോയി. എനിക്ക് എൻ്റെ ജോബിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കഴിച്ചു. പുള്ളി പറഞ്ഞു അങ്ങനെ കഴിക്കാൻ പാടില്ല, അത് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാക്കും, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും പീരീഡ്സ് ഇങ്ങനെ നീണ്ടു പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് ശേഷം എനിക്കിങ്ങനെ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു എനിക്ക് അവിടുത്തെ ഫുഡും കറക്റ്റ് ആവുന്നില്ല. അപ്പോൾ എനിക്കിങ്ങനെ എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ മസാല കൂടുതലുള്ളതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ മുകളിലേക്ക് വരുന്ന പോലൊക്കെ ഒരു ഫീലൊക്കെ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പറഞ്ഞു അസിഡിറ്റിയുടെ മരുന്ന് കഴിക്കൂ എന്ന് പറഞ്ഞ ആളെനിക്ക് കുറച്ച് ഗുളിയും ടാബ്ലറ്റും ഒക്കെ എഴുതി തന്നു. പക്ഷേ ഗുളിയും ടാബ്ലറ്റും ഒന്നും തീരെ ഇഷ്ടമല്ലാത്ത ഞാൻ അത് കഴിച്ചില്ല. അതാണ് വേറൊരു സത്യം. കഴിച്ചില്ല. ആളെനിക്കൊരു ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ, ഗ്യാസിൻ്റെ ഇഞ്ചക്ഷൻ ആണെന്നാണ് പറഞ്ഞത്. അതും എടുത്തു. ആൾ പറഞ്ഞു വിട്ടു എന്നെ. അല്ലാണ്ട് ഇത് പ്രഗ്നൻസിയുടെ ആണെന്ന് ഒന്നും ആളും മനസ്സിലാക്കിയില്ല, നമ്മളും എടുത്തില്ല. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് റീജോയിൻ ചെയ്യാനുള്ള കോൾ വന്നു. ഞാൻ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നു. ഇവിടുന്ന് നേരെ ഹൈദരാബാദ് പോകുന്നു. അങ്ങനെ ഹൈദരാബാദ് പോയി പിന്നെയും റീജോയിൻ ചെയ്തു. ജോലി, വർക്ക്, കാര്യങ്ങൾ ഒക്കെ ആയിട്ട് പോവാം. അപ്പം എനിക്ക് എവിടുന്നോ അപ്പോഴും ഞാൻ ഉള്ളിൽ പോലും ഞങ്ങൾ 2 പേർക്കിടയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇടയ്ക്ക് ഇതുവരെ ഒരു കുഞ്ഞ് പ്രഗ്നൻസി എന്നൊരു സംസാരം ഇതുവരെ വന്നിട്ടില്ല. അതാണ് വേറെ സത്യം. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് സംസാരിക്കുന്ന എടുക്കുന്ന ഒന്നുമില്ല, അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ടൊരു മലയാളി ഫാമിലിയും കാര്യങ്ങളൊക്കെ പച്ചപ്പെട്ട് നമ്മുടെ കൊളീഗ്സ് തന്നെയാണ്. അപ്പം എനിക്ക് ഡെപ്യൂട്ടേഷൻ വന്നു ഗോവയിലേക്ക്. അപ്പം നമ്മൾ മെയ് 1-നാണ് ഗോവയിലേക്ക് പോകുന്നത്. അപ്പം ഗോവയിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ ഈ ഫാമിലി ഉണ്ട്, അവർക്കും അവിടേക്കാണ്, നമുക്കും അവിടേക്കാണ്. അപ്പം ആൾ വേറെ കമ്പനിയാണ്. അപ്പോൾ ആൾ ലീവ് എടുത്തിട്ടാണ് എൻ്റെ കൂടെ വരുന്നത്. കാരണം എന്നെ ഒറ്റയ്ക്ക് വിടണ്ട എന്നുള്ള മൈൻഡിൽ ഹസ്ബൻഡ് എൻ്റെ കൂടെ വന്നു. ഈ ഗോവ അറിയാമല്ലോ, പിന്നെ പബ്ലിക്കായിട്ട് വെള്ളമടിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എല്ലാവരും എന്ന് വെച്ചാൽ അവിടെ എല്ലാവരും അതിന് വേണ്ടിയിട്ടാണല്ലോ പോകുന്നത്, നമ്മൾ ജോബിന് വേണ്ടി പോകുന്നത്. അപ്പോൾ ജോബിന് വേണ്ടി പോയിട്ട് നമുക്ക് ഒരു ദിവസം ഫ്രീ കിട്ടിയപ്പോൾ പോകുന്ന വഴി ഞാൻ 2-3 തവണ വോമിറ്റ് ചെയ്തു. അപ്പോൾ നമ്മളൊരു കാറിലാണ് പോയത്, ഹൈദരാബാദിൽ നിന്ന് നമ്മളൊരു കാറിൽ നമ്മുടെ കമ്പനിയുടെ വണ്ടിയിലാണ് പോയത്. അപ്പോൾ ഞാൻ ഓർത്തെന്ന് വെച്ചാൽ ആ കാറിന് ഈ ലെതർ സീറ്റുള്ള കാറുകൾക്ക് ഒരു സ്മെല്ല് വരും. അപ്പോൾ എനിക്ക് ആ സ്മെല്ല് പിടിക്കാനായിട്ടാണ് ഞാൻ ഈ വോമിറ്റ് ചെയ്യുന്നതെന്നാണ് എൻ്റെ മൈൻഡിൽ. ഞാനിപ്പോൾ വോമിറ്റ് ചെയ്യുന്നു, 2-3 തവണ വോമിറ്റ് ചെയ്തു. അതിന് ശേഷം ഞാൻ കിടന്ന് ഉറങ്ങി കാറിൽ. പിന്നെ എനിക്ക് റൂമിലെത്തി ഫ്രഷൊക്കെ ആയി വർക്കിനൊക്കെ പോയപ്പോഴും എനിക്ക് വേറെ കുഴപ്പമൊന്നും തോന്നുന്നില്ല. പക്ഷെ ഒരു ഡേ ഫ്രീ കിട്ടിയപ്പം നമ്മൾ വീണ്ടും എല്ലാവരും ഒന്ന് അവിടേക്ക് ഒന്ന് കറങ്ങാം എന്നുള്ള മൈൻഡിൽ ഇറങ്ങിയപ്പം ഞാൻ ഈ ഛർദ്ദിക്കുന്ന കാണുമ്പോൾ ഇവിടങ്ങളിലുള്ളവരൊക്കെ എന്താ ചിന്തിക്കുന്നവരോ, ഗോവയിലുള്ളവർ ഞാനെന്തോ വെള്ളം അടിച്ചിട്ടൊക്കെ ഛർദ്ദിക്കുമായിരിക്കും എന്നായിരിക്കും അവരൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ കാറിലിരിക്കുന്നവർ പറയുന്നുണ്ട് ഇവരൊക്കെ ഇങ്ങനെ ആയിരിക്കും കേട്ടോ ഓർക്കുന്നത്. എനിക്കെല്ലാം അറിയാവും ഞാൻ ലെതറിൻ്റെ മണം അടിച്ചിട്ട് ഛർദ്ദിക്കാമെന്ന് എൻ്റെ മൈൻഡിൽ. അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് ചേച്ചിനോട് ചോദിച്ചു, തൻ്റെ മുഖത്തൊക്കെ ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടല്ലോ, തനിന് പ്രഗ്നൻ്റ് വല്ലതും ആണോ എന്നൊരു ചോദ്യം ചോദിച്ചു. ഞാനപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് പീരിയഡ്സ് ആവാതിരുന്ന മാസങ്ങളെക്കുറിച്ച് പെട്ടെന്ന് ഇങ്ങനെ എന്തുപോലെ ഉള്ളിൽ നിന്ന് ആരോ ഇങ്ങനെ പറയുമല്ലോ, ആ ഒരു ബോധം എന്തുപോലെ ഞാനിങ്ങനെ ചിന്തിക്കുക, ഇനി ചിലപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമോ, ഇനി അങ്ങനെ വല്ലതും ആണോ കാര്യം. എന്നിട്ട് ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞൂടെ ആ ചേച്ചി ഇങ്ങനെ പറഞ്ഞു, ഇനി അങ്ങനെ വല്ലതും ആണോ. അപ്പോൾ ഞങ്ങൾ രണ്ടും ഞെട്ടി. വെച്ചാൽ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ അങ്ങനെ ഒരു സംഭവം സംസാരിച്ചിട്ട് കൂടിയില്ല. ഒരു കുഞ്ഞ് വേണം ഉടനെ അങ്ങനെ ചില ഞങ്ങൾക്ക് 2 പേർക്കും ഒറ്റ ഒരു മൈൻഡേ ഉള്ളൂ. ഹൈദരാബാദിൽ ഞങ്ങൾക്ക് എയർപോർട്ടിൽ ജോബ് കിട്ടുമ്പോൾ ഞങ്ങൾ രണ്ടും ചിന്തിച്ചിരുന്നത് അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് കരിയർ ഏൺ ചെയ്യണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പീരിയഡ്സ് എന്നുള്ളൊരു സംഭവം കൊണ്ട് എനിക്ക് നഷ്ടമായ എനിക്ക് കുറേ +2 ക്ലാസ്, ഡിഗ്രിയിലെ ക്ലാസ്സുകൾ, കുടുംബങ്ങളിൽ നടക്കുന്ന വിശേഷങ്ങൾ, അങ്ങനെ എന്തെല്ലാം ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അതെല്ലാം മിസ് ചെയ്തൊരാൾക്ക് ഈ ടാബ്ലറ്റ് കഴിച്ചത് കൊണ്ട് കുറച്ച് നാൾ പീരിയഡ്സ് ആവാതിരുന്നു. ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഈ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഗോവൻ ട്രിപ്പ് പോകുമ്പോഴും ഞാൻ ആലോചിക്കുന്നത് ഇനി പീരിയഡ്സ് വല്ലതും ആവോ, ഇതിൻ്റെ ഇടയ്ക്ക് ഇനി വല്ല ഇതിപ്പോൾ ഇത്രയും മാസം ആവാതിരുന്നിട്ട് ഇനി കൊന്താവോ എന്ന് ചിന്തിച്ചുകൊണ്ട് പോയാൽ ഞങ്ങളോടാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ അല്ല ചേച്ചിക്ക് തോന്നുന്നതായിരിക്കും. എന്നാലും ചേച്ചിയോട് പറഞ്ഞു പീരിയഡ്സ് ആയിട്ട് എത്ര നാളായെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഓൾമോസ്റ്റ് 4 months എബോ ആയി, പക്ഷേ ഞാൻ ഇങ്ങനെ ടാബ്ലറ്റ് കഴിച്ചിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് പറഞ്ഞു എന്നാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഓക്കെ എന്നുള്ളൊരു മൈൻഡിൽ അതും കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അന്നത്തെ ദിവസം തിരിച്ച് പിറ്റേ ദിവസം ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഹൈദരാബാദ് ലാൻഡ് ചെയ്തു. എനിക്ക് തീരെയും വയ്യ, ഈ ഇത്രയും യാത്രാ ക്ഷീണവും എല്ലാം കാര്യങ്ങളുമായിട്ട് ഞാൻ എഴുന്നേക്കാതെ ബെഡിൽ ഒരു കിടപ്പടക്കുക വന്നു, ഒന്ന് ഫ്രഷായി കടന്നു. എന്നിട്ട് എനിക്ക് വോമിറ്റിങ് നിർത്താൻ പറ്റുന്നില്ല. എനിക്കറിയത്തില്ല ഞാൻ എന്തിനാ ഇങ്ങനെ വോമിറ്റ് ചെയ്യണം, അങ്ങനെ വോമിറ്റ് ചെയ്യുന്നു. അപ്പം ഞാൻ ആളോട് പറഞ്ഞു നമുക്ക് ആ ചേച്ചി പറഞ്ഞതുപോലെ ഞങ്ങളൊന്നും ആയിരിക്കില്ല, നമുക്ക് ആ ചേച്ചി പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാം, താൻ പോയി കാർഡ് മേടിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ആൾ കാർഡ് മേടിക്കാൻ പോയി. ആൾ ഇന്ന് കാർഡ് മേടിക്കാൻ പോയില്ലെങ്കിൽ നാളെ ഇനി ആൾക്ക് ഡ്യൂട്ടി ഉണ്ട്, നാളെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. നമ്മൾ ഡ്യൂട്ടിയും കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു 3-4 മണിക്കൂർ. ആ ടൈമിൽ നമ്മൾ കുക്ക് ചെയ്യണം, വാഷ് ചെയ്യണം, കഴിക്കണം, ഉറങ്ങണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. സമയമില്ലാത്തൊരു ലൈഫ് ഇങ്ങനെ ലീഡ് ചെയ്ത് പോവുക. അപ്പോൾ എൻ്റെ സിറ്റുവേഷൻ ഇതാണ്, ഞാൻ പറയാൻ ഉദ്ദേശിച്ച് ഇത്രയേ ഉള്ളൂ. ഈ 5 month പീരീഡ്സ് ആവാനിട്ടും ഞാൻ ശ്രദ്ധിക്കാതിരുന്നതിന് ഒറ്റ കാര്യം, എനിക്ക് എൻ്റെ ജോബ് കണ്ടിന്യൂ ചെയ്ത് പോയേ പറ്റുള്ളൂ. പ്രൊവിഷൻ പീരീഡിൽ എനിക്ക് ലീവ് എടുക്കാൻ താല്പര്യമില്ല. ലീവ് എടുത്താൽ അതെൻ്റെ കരിയറിനെ ബാധിക്കും എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ ആ ടാബ്ലറ്റ് എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നത്.
രണ്ടാമത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ലീഡ് ചെയ്യുന്ന ഒരു ലൈഫെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 5:30 എനിക്ക് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ഞാൻ 5:30 പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പം ഏകദേശം ഉച്ചയോളം കഴിയും. ഉച്ചയ്ക്ക് വന്ന് കിട്ടുന്ന 1 hour ബ്രേക്ക് കഴിഞ്ഞാൽ പിന്നെയും ഞാൻ അടുത്ത ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യണം. എന്നെ സംബന്ധിച്ചിടത്തോളം ആ 1 hour ഡ്യൂട്ടി 1 hour എങ്കിലും എനിക്ക് ഗ്യാപ്പ് കിട്ടുമെങ്കിൽ ആൾ 5:30 പോയി കഴിഞ്ഞാൽ ആളൊരു ഏകദേശം 8-9 മണിക്കൂറിന് ശേഷമായിരിക്കും തിരിച്ചു വരുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും 2 ടൈമും കാര്യങ്ങളും ഒക്കെ വരാൻ തുടങ്ങിയ ഒരു ലൈഫിലാണ് ഞങ്ങൾ മുന്നോട്ട് വന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അയ്യോ എൻ്റെ പീരീഡ്സ് തെറ്റി എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കാനുള്ളൊരു സമയം കിട്ടുന്ന ഒരു ജോബല്ലായിരുന്നു എനിക്ക്. ഇതിനെപ്പറ്റി ഒരുപാട് കുറ്റം കുറവുകളും ഗോസിപ്പുകളും പറഞ്ഞവരുണ്ട്. അപ്പോൾ ഞാൻ പക്ഷേ ഒരു ഡോക്ടറോട് ഇച്ചിരി അറിവും വിവരവും പഠിപ്പും ഒക്കെ ഉള്ളൊരു ഡോക്ടറോട് ഈ സംഭവം പറയുമ്പം ഡോക്ടർ പറഞ്ഞത് ഇതൊരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് പറഞ്ഞത്. അല്ലാതെ എല്ലാവരും അയ്യോ 5 മാസം അറിഞ്ഞില്ലേ പ്രഗ്നൻസി ആണെന്ന് അങ്ങനെയൊന്നും പറഞ്ഞില്ല കേട്ടോ. അപ്പം ഞാൻ പറയാം, അങ്ങനെ ആൾ കാർഡ് മേടിച്ചിട്ട് വന്നിട്ട് അവർ രാത്രി അപ്പം ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു എപ്പോഴാണിത് നോക്കേണ്ടത്, എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത്. ഞങ്ങൾ പ്രഗ്നൻസി പറ്റി ഞങ്ങൾക്ക് യാതൊരു ഇത് അറിവില്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല. അപ്പം നോക്കിയപ്പോൾ ഗൂഗിളിൽ കാണിക്കുന്നുണ്ട് രാവിലത്തെ യൂറിൻ എടുത്ത് നോക്കുന്നതായിരിക്കും ബെറ്റർ. ബട്ട് മനസ്സ് അനുവദിക്കുന്നില്ല, എങ്ങനെയെങ്കിലും ഒന്ന് നോക്കണം എന്നൊരു ഫീല് വരാൻ തുടങ്ങി. നെഗറ്റീവ് ആണെന്ന് കണ്ടാൽ ഓക്കെ എന്ന് ചിന്തിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് മനസ്സ് അനുവദിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ രാത്രി ഒരു മെയ് 5 എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 5 ദിവസം കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ. അപ്പം ഞാൻ കയറി യൂറിൻ ടെസ്റ്റ് ചെയ്ത സ്പോട്ടിൽ 2 ലൈൻ തെളിഞ്ഞു. എനിക്കറിയത്തില്ല ആ ടൈമിൽ എനിക്ക് എന്താ ഫീൽ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. ഞാനപ്പം ഇങ്ങനെ അത് കയ്യിൽ വെച്ചിട്ട് എൻ്റെ കൈ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുക. ഞാൻ പുറത്ത് വന്നിട്ട് ആളെ ഇങ്ങനെ കാണിക്കുക, ഇങ്ങനെ കൈ വിറച്ചുകൊണ്ട് എനിക്കിങ്ങനെ 2 ലൈൻ കാണിക്കുന്നു. 2 ലൈൻ കാണിച്ചത് പ്രഗ്നൻ്റ് ആണെന്നാണ്. എന്നിട്ട് ഞാനൊരു കരച്ചിലങ്ങ് തുടങ്ങി. എന്തിനാണ് കാരണം എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. ഇപ്പം എനിക്ക് ഓർക്കുമ്പോൾ അതൊക്കെ ചിരി വരുന്നെങ്കിലും ആ ടൈമിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ടെൻഷൻ, വിഷമം, ആൻസൈറ്റി എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. എന്തുവാ എനിക്ക് ഫീൽ ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല. അമ്മ അതിന് ഞാനിരുന്ന് കരയാം. അപ്പം എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ പ്രഗ്നൻസി ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ ധൈര്യം തന്ന എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡാട്ടോ. പുള്ളി ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇങ്ങനൊരു സംഭവം പോസ്റ്റ്പാർട്ടം എന്നുള്ളൊരു സംഭവത്തെ പറ്റി ഞാൻ കേട്ടിട്ടുള്ളത് നമ്മൾ വായിച്ചറിഞ്ഞൊരു അറിവ് മാത്രമേ ഉള്ളൂ. നമ്മളെന്താ ചിന്തിക്കുന്നതെന്ന്, നമ്മളെന്താ പറയുന്നത് ഒന്നും നമ്മുടെ കയ്യിലല്ലാത്ത പോലൊരു അവസ്ഥയായിരുന്നു അത്. അപ്പം ആ ഒരു ടൈമിൽ ഞാൻ ഭയങ്കരമായിട്ട് കരയുമ്പോൾ ആളെന്നെ സമാധാനപ്പെടും, നമുക്ക് നാളെ ചെന്ന് ഡോക്ടറെ കണ്ട് ഇതെന്താണെന്ന് ക്ലാരിഫൈ ചെയ്യാം, നീ അത് വേറെ ഒന്ന് സമാധാനപ്പെടുന്നു, ഞാനില്ല നിൻ്റെ കൂടെ, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ആളെന്നെ കുറേ സമാധാനിപ്പിച്ചു. പക്ഷെ ആൾ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും ഞാൻ പിന്നെയും കിടന്ന് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും, ഇത് എന്തുമായിരിക്കും, എന്താ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം എന്നിട്ട് ഞാനിങ്ങനെ ബാക്കിലോട്ടൊക്കെ ചിന്തിക്കും, ആ ചേച്ചി പറഞ്ഞതുപോലെ അന്ന് മുതൽ അപ്പം ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞ ആ ഒരു ടൈമിൽ ഞാൻ പ്രഗ്നൻ്റ് ആണെങ്കിൽ എനിക്കിപ്പോൾ 4-5 മാസമായിട്ടുണ്ടാവില്ലേ എന്നൊക്കെ ഞാനിങ്ങനെ ഇരുന്ന് പറയുക. മനസ്സുകൊണ്ട് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിലും എനിക്കറിയാൻ വയ്യ, ഞാൻ എന്തൊക്കെയോ ഇരുന്ന് പിച്ചുമ്പോഴേക്ക് ആളോട് പറയുന്നത്. അങ്ങനെ എങ്ങനെയെങ്കിലും നേരം എടുത്ത് നമ്മൾ അവിടെ ഉള്ളൊരു അത്യാവശ്യം നല്ലൊരു ഡോക്ടർ, നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ നല്ലൊരു ഗൈനക്കോളജി ഒരു ലേഡി ഡോക്ടറാണ്. അവിടെ ചെന്നു പുള്ളിക്കാരിയോട് കാര്യം പറഞ്ഞു, ഇങ്ങനെ കാല് ടെസ്റ്റ് ചെയ്തപ്പോൾ 2 ലൈൻ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരി എന്നോട് പറഞ്ഞു ഒരു ബെഡിലോട്ട് കിടക്കാൻ പറഞ്ഞു. ഞാൻ കയറി ബെഡിലോട്ട് കിടന്ന് പുള്ളിക്കാരി കൈ വെച്ചിട്ട് എൻ്റെ വയറ്റിൽ തൊട്ട് നോക്കിയിട്ട് ഫസ്റ്റ് പുള്ളിക്കാരി പറഞ്ഞ ഡയലോഗ് ഇതാ, ഓ മൈ ഗോഡ് ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്ക് എനിക്കറിയത്തില്ല, എൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു തീ അങ്ങോട്ട് മുകളിലോട്ടങ്ങ് ആളി കത്താൻ തുടങ്ങി. അപ്പം എന്താണെന്ന് നമ്മളിങ്ങനെ ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നത് ബേബി ഈസ് ഓൾമോസ്റ്റ് 4 months ഇപ്പോൾ ആയിട്ടുണ്ട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഉള്ളിൽ 4-5 മാസമായിട്ട് വേറൊരാൾ കൂടി ഉണ്ട്, ഞാൻ എന്തുകൊണ്ട് അത് അറിഞ്ഞില്ല. ഇപ്പം ഇത് കേട്ട ഫസ്റ്റ് ഇങ്ങനെ 5 മാസമായിട്ട് അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ പലരെയും പോലെ അതിൻ്റെ ഇരട്ടി അത്ഭുതമായിരുന്നു എനിക്ക്. ഞാനും 5 മാസം ഞാൻ എന്നിട്ട് ആ ബെഡിൽ കിടന്നങ്ങ് കരയോ, ഭയങ്കരമായിട്ട് ഞാൻ കരയുന്നു. അങ്ങനെ ഹസ്ബൻഡ് എന്നോട് നീ ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു 5 months ആയതുകൊണ്ട് തന്നെ മറ്റേ നമ്മൾ പൊസിഷൻ നോക്കുന്ന കണക്കത്തെ അതൊന്നും നമുക്കിനി ചെയ്യാൻ പറ്റത്തില്ല, സ്കാനിങ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പോയി ഒരു നോർമൽ അൾട്രാ സ്കാൻ നമുക്ക് എഴുതി തന്നു, ചെക്ക് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് 5 months, ആദ്യത്തെ മന്ത് മുതലേ കഴിച്ചു തുടങ്ങേണ്ട ഗുളികകൾ വരുന്നുണ്ട്, അതൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ നമുക്ക് സംഭവിച്ചു, നമ്മൾ ഈ ബേബി നമ്മുടെ ലൈഫിലേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ ഓക്കെ ആയോ ഒന്നും ഞങ്ങൾക്ക് തമ്മിൽ ഞാൻ പ്രഗ്നൻ്റ്, അപ്പം നമ്മൾ ഇനി ഒരു പാരൻസ് ആവാൻ പോവുകയാണോ എന്ന് ചിന്തിക്കാനുള്ള ടൈം പോലും ഇല്ല. ഇനി ഏകദേശം ഒരു 4 months കഴിഞ്ഞാൽ ഡെലിവറി ആവില്ലേ. അപ്പം പുള്ളിക്കാരി കറക്റ്റ് കണക്കൊക്കെ പറഞ്ഞു, ഇന്ന സമയമൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു സ്കാനിങ് എഴുതി തന്നു. അപ്പോൾ നമ്മൾ അവിടെ അടുത്തുള്ളൊരിടത്ത് പോയി സ്കാൻ ചെയ്തപ്പോൾ ഈ ഡോക്ടറെ അടുത്ത് ഞാനിങ്ങനെ സ്കാൻ ചെയ്യുന്ന ഡോക്ടർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ഞാൻ പുള്ളിക്കാരോട് ഇങ്ങനെ കാര്യം പറഞ്ഞു, ഞാനിങ്ങനെ അറിഞ്ഞിട്ടില്ലായിരുന്നു, എനിക്കിങ്ങനെ പീരിയഡ്സ് ഇങ്ങനെ ഭയങ്കര പെയിൻഫുള്ളാണ്, റെഗുലറും അല്ല, അപ്പോൾ ഇങ്ങനെ ആവാതിരുന്നപ്പോൾ ഞാനത് വലിയ ബോധേഡ് ചെയ്തില്ല, അതുപോലെ ഞാൻ എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എയർപോർട്ട് ജോബ് പുള്ളിക്കാരിക്ക് അറിയാം, അപ്പോൾ അങ്ങനൊരു ഇതുകൊണ്ട് സംഭവിച്ചതായിരിക്കുന്നു. പുള്ളിക്കാരിക്ക് അത് മനസ്സിലായി.
അപ്പോൾ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു, പേടിക്കണ്ട, ടെൻഷൻ ആവണ്ട, ഇപ്പോൾ എന്തായാലും ഇത്രയും മന്ദായിപ്പോയി, ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതി പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ഉണ്ട്. ആ ഒരു ടൈമിൽ നമ്മൾ ഫിനാൻഷ്യലി ഓക്കെ അല്ല, നമ്മുടെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, നമ്മളൊരു കുഞ്ഞിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞ് ഇറങ്ങി വന്ന് സ്കാനിങ് റിപ്പോർട്ട് മേടിച്ച് ആളെ കെട്ടിപ്പിടിച്ച് റോഡിൽ നിന്നാണ് കരയുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഹൈദരാബാദ് ആ മെയിൻ റോഡിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ആളെ കെട്ടിപ്പിടിച്ച് കരയുക. എനിക്കറിയത്തില്ല, എനിക്ക് പേടിയാണ്, എനിക്കിപ്പോൾ പ്രസവിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞപ്പോൾ ആളും എൻ്റെ കൂടെ കരഞ്ഞിട്ട് പറഞ്ഞു, നീ ഒന്ന് സമാധാനപ്പെട്, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക, അങ്ങനെയൊന്നും അല്ല, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഈ റിപ്പോർട്ടുമായിട്ട് നമ്മൾ പിറ്റേ ദിവസമാണ് ഇനി ഡോക്ടറെ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആളോട് റൂമിൽ ഇരുന്ന് പറയാം, നമുക്കിപ്പോൾ ഈ ബേബി വേണോ, എനിക്ക് പറ്റുമോ, ഇപ്പോൾ ഈ ബേബി എനിക്കറിയത്തില്ല, എനിക്ക് ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ സൂചി അങ്ങനെയുള്ള സംഭവങ്ങളൊരു പേടിയുള്ള ഞാനാണ് പ്രസവിക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ആകെ മൊത്തം, അത് മാത്രമല്ല ഞങ്ങളിങ്ങനെ തമ്മിൽ പറയുന്നുണ്ട്, നമ്മൾ ഫിനാൻഷ്യലി ഒന്നും ഓക്കെ ആയിട്ടില്ല, ഞങ്ങൾ കുഞ്ഞിനെ പറ്റി സംസാരിച്ചിട്ട് കൂടിയില്ല. എപ്പോഴും ഒരു തവണ ഈ ടോപ്പിക്ക് വന്നപ്പോൾ ഞങ്ങൾ പറയുന്നുണ്ട്, നമുക്കൊരു വീടൊക്കെ സ്വന്തമായിട്ട്, അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും ചേർന്നൊരു വീടൊക്കെ വെച്ചിട്ട് നമുക്കൊരു ബേബി, അതാകുമ്പം ആളുടെ ലൈഫും ബേബിയുടെ ലൈഫും സെറ്റിൽ ആവുമല്ലോ. നമ്മൾ കാരണം ഒരാളെ ഭൂമിയിലേക്ക് കൊണ്ടുപോയി നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നൊരു മൈൻഡായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അപ്പോൾ നമ്മളൊട്ടും ഫിനാൻഷ്യലി സെറ്റിൽ അല്ലല്ലോ, നമുക്കിപ്പോൾ വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഭയങ്കര കരച്ചിൽ. അപ്പോൾ ആളെന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, നീ സമാധാനപ്പെടും. എന്നിട്ട് ആദ്യം ആളുടെ പാരൻസ് അബ്രോഡാണ്, എൻ്റെ പാരൻസാണ് നാട്ടിലുള്ളത്. അപ്പം അവരിപ്പോൾ പോയിട്ടുള്ള, അവർക്ക് ഇപ്പോൾ ഉടനെ തിരിച്ചു വരാനും പറ്റില്ല. അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മുടെ പാരൻസിനെയല്ല വിളിച്ചത്, ആളുടെ ഗ്രാൻഡ് പാരൻസ് നാട്ടിലുണ്ട്. അപ്പം അവരെ വിളിച്ച് ജസ്റ്റ് ഒന്ന് അറിയിച്ചു. അപ്പം ഗ്രാൻഡ്മ നമ്മളുടെ അടുത്ത് ഭയങ്കര സന്തോഷത്തിൽ കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറയുക. പക്ഷേ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ പോലും റെഡി അല്ലാത്തൊരു സിറ്റുവേഷനിലാണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ കരയുക, എനിക്ക് പേടിയാ എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ എനിക്ക് പേടിയാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ കരഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിലും വിളിച്ചു ഉമ്മായോടും പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കരഞ്ഞു. അപ്പം ഇവർക്ക് രണ്ടുപേർക്കും, ഈ രണ്ട് ഫാമിലിക്കും അവരെന്ന് വെച്ചാൽ നിങ്ങൾ ഇന്നത് ചെയ്യൂ എന്ന് പറഞ്ഞ അഭിപ്രായം പറഞ്ഞ് തള്ളി ചെയ്യിപ്പിക്കുന്ന ഒരു പാരൻസ് അല്ല. അതുകൊണ്ട് അവർ രണ്ടുപേരും, അവർക്ക് ഹാപ്പിനെസ് ഉണ്ടെങ്കിലും അവർ രണ്ടുപേരും മിണ്ടാതിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് ഡോക്ടറോടൊന്ന് ചോദിച്ചു നോക്കാം. ഇങ്ങനെ എനിക്ക് സത്യം ഇപ്പം അത് പറയുമ്പോൾ എനിക്ക് വിഷമമാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും റിഗ്രറ്റ് ചെയ്തൊരു ചോദ്യമായിരുന്നു ഡോക്ടറോട്, അബോർഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഞാൻ പോയി ഡോക്ടറോട് സംസാരിച്ചു. ഡോക്ടർ പറഞ്ഞു, നോ, ബേബി ഫോമായി കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചെയ്യുന്നത് ഭയങ്കര ക്രൂവലായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര ഒരുപാട് നന്ദിയുള്ള ഒരാളാണ് ഡോക്ടറാട്ടോ. ഒരു പക്ഷേ ആ ഡോക്ടർ അന്നതിന് സമ്മതിച്ചിരുന്നുവെങ്കിൽ എൻ്റെ ലൈഫ് മുഴുവൻ ഞാൻ അത് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്ത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയേനെ. ആ ഡോക്ടർ അപ്പോഴത്തെ എൻ്റെ ഒരു മാനസികാവസ്ഥയിൽ ഞാനത് ചെയ്തിട്ട് പിന്നെ എൻ്റെ ലൈഫ് ലോങ് ഞാൻ അത് റിഗ്രറ്റ് ചെയ്തേനെ. ഇപ്പോൾ ഒരിക്കലും എൻ്റെ ലൈഫിൽ പിന്നെ ഉണ്ടാവുകയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചു. പക്ഷേ അതൊരിക്കലും ആ കുഞ്ഞിനോടുള്ളൊരു ഇതുകൊണ്ട് ഒന്നുമല്ല. ഇപ്പോൾ ഏതൊരാൾക്കും പ്രഗ്നൻ്റ് ആണെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്നൊരു എക്സൈറ്റ്മെൻറ്റിൽ അവർക്ക് ആ ഒരു സമയമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ 9 months ഉണ്ട്. എൻ്റെ കേസിൽ ഞാൻ 5ാമത്തെ മാസം അറിയുന്നു, 4 മാസം കഴിഞ്ഞ് ഡെലിവറി ഡേറ്റ് ആണെന്ന് അറിയുന്നു. എല്ലാം അറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ആകെ തകർന്നു പോയി. അപ്പോഴത്തേക്ക് എനിക്ക് ജോലിയിൽ ലീവ് കൊടുക്കേണ്ടി വന്നു 5 months ഒക്കെ ആയപ്പോഴത്തേക്ക്. അപ്പം നമ്മൾ വിചാരിച്ചു, അങ്ങനെ വീട്ടിൽ അറിയിച്ചു. ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഒന്നും ഇനി ചെയ്യാനൊന്നും പറ്റില്ല. ഡോക്ടർ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും ഞാൻ മാനസികമായിട്ട് അതിനോട് അക്സെപ്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. കുറേ ദിവസം എനിക്ക് ഡിപ്രഷനും കാര്യങ്ങളും, ഞാൻ ആരോടും വലുതായിട്ട് സംസാരിക്കില്ല, ഹസ്ബൻഡിനോട് സംസാരിക്കില്ല, ഞാനിങ്ങനെ കരച്ചിൽ ബഹളം. എൻ്റെ സിറ്റുവേഷൻ എത്രത്തോളം ഇപ്പം പറഞ്ഞാൽ ഒരാൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. എൻ്റെ സെയിം സിറ്റുവേഷനുള്ള ഒരാളെ 2 ദിവസം മുമ്പ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു. പുള്ളിക്കാരി നല്ല കൂളായിട്ട് വീട്ടിട്ട്, പുള്ളിക്കാരി 6 months ആയിട്ടാണ് അറിഞ്ഞത് പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആണെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് പുള്ളിക്കാരി പറയുമ്പോൾ ഞാനിങ്ങനെ, പുള്ളിക്കാരി അതിൽ പറയുന്നൊരു ഡയലോഗുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നാട്ടിൽ ചുറ്റും ഇരുന്ന് കാണുന്നവർ പറയുന്നുണ്ട്, 6 months വരെ അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞില്ല, ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം, അങ്ങനെ പിന്നെ കുറേ ഗോസിപ്പുകളൊക്കെ പറഞ്ഞുണ്ടാക്കുമല്ലോ. അപ്പോൾ ഈ ഗോസിപ്പുകളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നവർക്ക് എന്താ അവരുടെ സിറ്റുവേഷൻ എന്നറിയില്ല. പുള്ളിക്കാരി ഓസ്ട്രേലിയയിലാണ്, പുള്ളിക്കാരുടെ ഡ്യൂട്ടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ജീവിച്ചു പോകുന്ന ഒരാളാണ്. അവർക്ക് അത് ആ ടൈമിൽ അറിയാൻ പറ്റില്ല. ആ സെയിം സിറ്റുവേഷൻ തന്നെയായിരുന്നു എനിക്കും. ഞാൻ എൻ്റെ ജോബേ കരിയറെ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന ടൈമിൽ ഇങ്ങനൊരു സംഭവം നടക്കുന്നുള്ളത് ഞാനും അറിയുന്നില്ല. അങ്ങനെ ആ ഡോക്ടർ നമ്മളെ ആ ഡോക്ടർ തന്നെ ഒരുപാട് എനിക്ക് പറഞ്ഞു തന്നു, ദിസ് യുവർ ബേബി, നിങ്ങളുടെ ബേബിയാണ്, നിങ്ങളുടെ കുഞ്ഞാണ്, അപ്പം നീ അതിനെ സ്നേഹിക്കണം, നിൻ്റെ ഉള്ളിൽ ഇത്രയും നാൾ ഉണ്ടായിരുന്ന ബേബിയാണ്, ആ ബേബിയെ നിങ്ങൾ എന്തിനു വേണ്ടാന്ന് വെക്കണം. ഒരു ബേബി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് ഇതിനപ്പുറം നല്ലതായിട്ട് മാറും. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഫിനാൻഷ്യലി ആണ് പ്രോബ്ലം, ഞങ്ങൾ ഇതുവരെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരുന്നതേ ഉള്ളൂ, ഞങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പം ഞാൻ ഈ ബേബി ആക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ജോബ് ഞാൻ ലോങ് ലീവ് എഴുതി കൊടുക്കേണ്ടി വരും, ലോങ് ലീവ് കഴിഞ്ഞിട്ടും എനിക്ക് കയറാൻ പറ്റില്ല, ഞാൻ റിസൈൻ ചെയ്ത് കൊടുക്കേണ്ടി വരും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു,
ഇറ്റ്സ് ഓക്കെ. ബട്ട് ഹസ്ബൻഡിന് പറ്റുമല്ലോ, താനും കുറച്ച് നാൾ ബേബിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ റീജോയിൻ ചെയ്യേ. ഈ ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞ സംഭവം എപ്പോൾ വേണേലും ഉണ്ടാവാം. പക്ഷേ ഇപ്പം നിങ്ങൾ ഈ ബേബിയെ വേണ്ടാന്ന് വെച്ചിട്ട് നാളെ നിങ്ങൾക്ക് കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ബേബി വേണമെന്ന് ചിന്തിച്ചാൽ ചിലപ്പം ദൈവം തരണം എന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഹസ്ബൻഡ് ഓൾറെഡി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു ബേബിയെ. എന്ന് വെച്ചാൽ ആദ്യത്തെ സ്കാനിങ്ങോട് കൂടി തന്നെ പുള്ളി പറയുന്നുണ്ട് ഇതൊരു ബോയ് ബേബിയാണ്, പുള്ളി തന്നെ പറയാം. അപ്പം പുള്ളി അങ്ങനെ പറയുമ്പോൾ ഞാനും അതെങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങി. പയ്യെ എൻ്റെ ഉള്ളിലുള്ള ആളെ ഞാനും അക്സെപ്റ്റ് ആവുന്നുണ്ട്. ബട്ട് എനിക്കെന്തോ ഹോസ്പിറ്റല് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. ഞാൻ ആകെ ഒരു സൈഡ് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഭയങ്കര പാനിക്കാണ്. ഒരു സൈഡിൽ ഞാനിങ്ങനെ കുഞ്ഞിനെ പറ്റി എന്തൊക്കെയോ ചിന്തിക്കുന്നുമുണ്ട്. അങ്ങനെ ആകെ ഒരു വല്ലാത്ത സിറ്റുവേഷൻ. അപ്പോൾ ആൾക്ക് മനസ്സിലായി എന്നെ ഇനി ഇവിടെ കുറച്ച് നാൾ കൂടെ നിർത്തിയാൽ ശരിയാവില്ല, ഞാൻ എന്തോ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്, നാട്ടിൽ പോകാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ ഉമ്മ അടുത്താണ് വളർത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ടൈമിലൊക്കെ നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് വരാൻ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അങ്ങനെ എൻ്റെ പാരൻസിൻ്റെ അടുത്ത് വന്നപ്പം എല്ലാവരും എന്നെ ഒരു പൊട്ടിയെ പോലെ ആയിരിക്കും ചിലപ്പോൾ കാണുന്നത്. എന്ന് വെച്ചാൽ 5 months വേറൊക്കെ പ്രഗ്നൻസി അറിയാണ്ടിരുന്നു എന്നുള്ളൊരു പൊട്ടത്തരം. പക്ഷേ എൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ആ വൃത്തികെട്ട പെയിനില്ലാത്ത 5 മാസം ഭയങ്കര മനോഹരമായ മാസമായിരുന്നു 5 മാസവും. പക്ഷേ ഇങ്ങനൊരു സംഭവമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ, വിഷമം, കരച്ചിൽ. പതിയെ ഞാനും ഹാപ്പി ആവാൻ തുടങ്ങി കേട്ടോ. പക്ഷേ ഞാൻ ഹാപ്പി ആയതിൽ ഒരു 101% പങ്കെൻ്റെ ഹസ്ബൻഡാണ്. പുള്ളി എന്നെ ഒരുപാട് മെൻ്റലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡൗൺ ആയി പോകുന്ന പല സ്ഥലങ്ങളിലും എന്നോട് പറയുന്നുണ്ട് എടാ അങ്ങനെയൊന്നുമില്ല ഇങ്ങനെയൊന്നുമില്ല. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്താണെന്ന് അറിയാമോ, നമ്മൾ ആദ്യത്തെ സ്കാനിങ്ങുകളൊന്നും ചെയ്തിട്ടില്ല, മരുന്നുകളൊന്നും കഴിച്ചിട്ടില്ല, ബേബിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ. പിന്നെ ഞാൻ സ്ഥിരം ആളോട് ചോദിക്കാവുന്ന ചോദ്യം അതായി. അപ്പോൾ അതിൽ ആൾക്കും ടെൻഷൻ ഉണ്ടെങ്കിലും ആളിനോട് എന്ത് ടെൻഷനോ, ഒരു പ്രോബ്ലം ഇല്ല. നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴേക്കും ബേബിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. വെയിറ്റ് കുറച്ച് കുറവുണ്ട്. കാരണം ഞാൻ അന്ന് 45 kg ഉള്ളൂ. അപ്പം അത്രയും വെയിറ്റ് ഞാൻ വെയിറ്റ് കൂടാണെന്ന് എല്ലാ ഡോക്ടർമാരും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അത്രയും ഉള്ള ഒരാൾക്ക് അത്രയും വെയിറ്റ് കുറഞ്ഞ ബേബി തന്നെ ഉണ്ടാവുള്ളൂ. അപ്പം ബേബിയുടെ വെയിറ്റ് നല്ല കുറവുണ്ട് എന്നുള്ള രീതിയിൽ ഡോക്ടർമാരിങ്ങനെ പറയാൻ തുടങ്ങി. വേറെ കുഴപ്പം. അപ്പം ഞങ്ങളിങ്ങനെ എല്ലാ ഡോക്ടേഴ്സ് മീൻസ് നമ്മൾ സ്കാൻ ചെയ്യാൻ പോകുന്നിടത്ത് വേറെ ആളാവുമല്ലോ. നമ്മൾ ഗൈനോ ഒരാളെ നമ്മൾ നാട്ടിൽ വന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം അവിടെ പോകുമ്പോഴേ ചെക്കപ്പിന് പോകുമ്പോഴെല്ലാം നമ്മൾ ചോദിക്കുന്ന ചോദ്യം ബേബിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ. അപ്പോൾ ഡോക്ടറോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടറും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് എന്നോട് വേടോ അത് വലിയ സംഭവമൊന്നുമല്ല, 5 months വരെ അറിയാതിരുന്ന സംഭവമൊന്നുമല്ല, 7 months 6 months വരെ അറിയാവുന്നിരിക്കുന്നവരുണ്ട്. ഈ 6 months ആയിട്ടും എനിക്ക് ഒട്ടും വയറില്ലായിരുന്നു കേട്ടോ, ഒട്ടുമില്ല. ഇപ്പോൾ എൻ്റെ ഈ ഫോണിൽ ഫോട്ടോ ഒന്നുമില്ല, എൻ്റെ ഓൾഡ് ഫോണിൽ ഫോട്ടോ ഉള്ളത്, ഒട്ടും വയറില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഗൈനോയെ കാണുന്ന ടൈമിലൊക്കെ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ബേബിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, ബേബിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ. അപ്പം പുള്ളിക്കാരിയും പറയുന്നുണ്ട് ടെൻഷൻ ആവണ്ട, നിങ്ങൾ ഇതിപ്പം ഇങ്ങനെ ഒരുപാട് കേസ് ഡോക്ടർ കണ്ടിട്ടുണ്ട് ഇങ്ങനെ 5 months 6 months. അപ്പോൾ ഡോക്ടർക്ക് അതൊരു അങ്ങനെ കണ്ടു. നമ്മുടെ കുടുംബത്താണല്ലോ ഫസ്റ്റ് നടക്കുന്ന സംഭവം ആയതുകൊണ്ട് നമ്മുടെ വീട്ടുകാർക്കൊക്കെ ഒന്ന് വിടേ പോ അങ്ങോട്ട് ഇത് തരാം എന്നാ അപ്പം എന്താ അങ്ങനെ ദിവസങ്ങളൊക്കെ നീണ്ടു പോകുന്നു. ഓരോ ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ കഴിയുന്നു. ഇപ്പോൾ ബേബിക്ക് വെയിറ്റ് കുറവാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയ ടെൻഷൻ ആവാൻ തുടങ്ങി. അയ്യോ അപ്പോൾ വെയിറ്റില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ലാസ്റ്റ് സ്കാനിങ് കാര്യങ്ങൾ ഒക്കെ വരെ ഇങ്ങനെ നീണ്ട് കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരുന്നു. അങ്ങനെ ബേബിയെ പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. പതിയെ ഞാൻ അത് അക്സെപ്റ്റ് ആയി. ഇപ്പം എന്തിനും ഈ സ്റ്റോറി പറഞ്ഞതെന്ന് വെച്ചാൽ ഈ 5 months 6 months അറിഞ്ഞു എന്ന് കരുതി അയ്യോ അവർ അത്ര വലിയ പാപം ചെയ്തു. അങ്ങനെ പാപം ചെയ്തവരൊന്നും ആയിരിക്കില്ല, അവരുടെ സിറ്റുവേഷൻസ് ആയിരിക്കും. ഇപ്പോൾ എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെ ആയിരുന്നതുകൊണ്ടാണ് ഞാനത് 5 months അറിഞ്ഞത്. അപ്പോൾ അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഉറപ്പായിട്ടും നമുക്കൊരു മനുഷ്യനല്ലേ, പെട്ടെന്ന് അങ്ങനെ കേൾക്കുമ്പോൾ ടെൻഷനൊക്കെ വരും. പിന്നെ നമ്മൾ ഇതുവരെ എന്താ പറയുക ഇതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമൊന്നും അല്ലല്ലോ. കേൾക്കുമ്പോൾ ഉടനെ ഓക്കെ അത് അങ്ങനെയല്ലേ എന്ന് അക്സെപ്റ്റ് ചെയ്യാം. നമുക്ക് അറിയത്തില്ല, അങ്ങനൊരു സംഭവത്തെക്കുറിച്ച് നമുക്ക് അറിയത്തുപോലുമില്ല. കേട്ടറിവും വീഡിയോയിലൂടെ കണ്ടും ഉള്ളൊരു സംഭവമായിരുന്നു. പിന്നെ എൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് അറിയുമോ, ഞാൻ ഈ ഫസ്റ്റ് സ്കാനിങ് മുതലും പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ ടൈം മുതലും എന്ത് റിപ്പോർട്ട് എനിക്ക് ഏത് ഡോക്ടർ ഞാനിത് ഗൂഗിൾ സെർച്ച് ചെയ്യും. ഒരു ഗുളി എന്നാൽ ഗുളി എന്തിനുള്ള സെർച്ച് ചെയ്യും. എന്തുവാടാ പൊന്നവിടെ നില്ല് പൊന്നാ. അതിൻ്റെ ഒരു ഗുളിയാണ്, ആ ഗുളിയെ എന്തിനുള്ള ഞാൻ സെർച്ച് ചെയ്യും. സ്കാനിങ് റിപ്പോർട്ടിൽ എഴുതിയേക്കുന്നത് എന്തുവാന്ന് സെർച്ച് ചെയ്യും. അതിങ്ങനെ സത്യം പറഞ്ഞാൽ ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓവർ ടെൻഷൻ ആവശ്യമുള്ളൂ. നമ്മളെ എനിക്ക് ഡോക്ടറിൽ വിശ്വാസമില്ലാഞ്ഞിട്ടൊന്നുമല്ല, എനിക്കെന്തോ അതെനിക്ക് പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കൂടി ആയപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ഓവറായിട്ട് ഇങ്ങനെ ഇത് വരാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ അതൊരിക്കലും നല്ല കാര്യമില്ല.
നമ്മൾ ഈ ഗൂഗിൾ പറയുന്നത് യൂട്യൂബ് പറയുന്നതൊക്കെ ചെയ്യും. നമ്മൾ പ്രഗ്നൻസി ടൈമിൽ നമ്മളെ ഡോക്ടർ എന്താ പറയുന്നത് അത് മാത്രം ചെയ്യും. പിന്നെ അനുഭവമുള്ളവർ കുറേ പേര് പറയുമല്ലോ, അയ്യോ അങ്ങനെ ഇങ്ങനെ. നമ്മൾ ഓരോ പ്രഗ്നൻറ്റ് വുമൺസും ഓരോ കാര്യങ്ങൾ കൊണ്ടും വ്യത്യസ്തരാണ്. അതുകൊണ്ട് അവർക്ക് അങ്ങനെ ആയിരുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ആയിരിക്കണം എന്നില്ല. അതുകൊണ്ട് ഈ വഴിക്കൂടെ പോകുന്നവർ തരുന്ന ഉപദേശങ്ങളൊന്നും ഒരിക്കലും പ്രഗ്നൻസി ടൈമിൽ സ്വീകരിക്കാതിരിക്കുക. നമ്മുടെ മൈൻഡ് സെറ്റിന് എന്താണോ ഏറ്റവും ബെറ്റർ, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ബേബി ഹാപ്പി ആയിട്ടിരിക്കും. അപ്പോൾ ആ ഒരു മൈൻഡിൽ നമുക്ക് എന്താണോ ആ ടൈമിൽ ആവശ്യം അത് നമ്മൾ സ്വയം മനസ്സിലാക്കി അത് മാത്രം ചെയ്യുക, അത് മാത്രം കേൾക്കുക, അത് വേണ്ട കാര്യങ്ങൾ മാത്രം എടുക്കുക. അതേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ കേട്ടോ. കാരണം ഞാൻ ഇങ്ങനെ ഈ ചുറ്റുമുള്ളവരും പറയുന്നതൊക്കെ കേൾക്കും, ചെവി കൊണ്ട് കേട്ടിട്ട് ജസ്റ്റ് അത്രേ ഉള്ളായിരുന്നു കേട്ടോ. അത് ഞാൻ ആദ്യം ചെയ്തില്ല, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി. ഞാൻ പിന്നെ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് കുറച്ച് സമാധാനം കിട്ടി തുടങ്ങിയത്. അങ്ങനെ ഓഗസ്റ്റ് 16 ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നു. ഡോക്ടർ PV ചെയ്ത് നോക്കുന്നു. ടൈം ആയിട്ടുണ്ട്, നാളെയൊക്കെ ചിലപ്പോൾ ഡെലിവറി ഉണ്ടാവും എന്നിങ്ങനെ ഡോക്ടർ എന്നോട് പറയും. ഞാൻ അത് കേൾക്കുന്നതോടെ നീ കരയോ കേട്ടോ. എനിക്ക് പേടിയാണ്. എന്ന് വെച്ചാൽ ബേബിയൊക്കെ അക്സെപ്റ്റ് ചെയ്തു, കുഞ്ഞിനെ ഓക്കെ ബോയ് ബേബി ആണെന്ന് ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ സന്തോഷത്തോടെ പറയാനൊക്കെ തുടങ്ങി. കുഞ്ഞുങ്ങളെ പറ്റി ഒന്നും ചിന്തിക്കാത്ത ഞങ്ങൾ കുഞ്ഞുങ്ങളെ പറ്റി ഇങ്ങനെ കുറേ ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ആയി. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്, ബേബിയെ കിട്ടും എന്നൊരു സന്തോഷം ഉണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ ഭയങ്കര പേടിയാണ്. ഒരു സൂചി പോലും പേടിയാതെ ഞാനപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കിടക്കുമ്പോൾ അവസ്ഥ അറിയാലോ. അപ്പോൾ അഡ്മിറ്റ് ആവുന്ന വേണ്ടി കിട്ടില്ല. ഓരോ തവണ പോകുമ്പോഴും ഇല്ലേ, ഞാനിങ്ങനെ ലാസ്റ്റ് മന്ത് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് വരുമല്ലോ. അപ്പം വരുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും ഇന്ന് അഡ്മിറ്റ് അങ്ങനെ പറഞ്ഞു. ലാസ്റ്റ് ഫൈനലി 16 ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ മൊത്തം പേടിയായി. ഞാൻ കരച്ചിൽ തുടങ്ങി. അങ്ങനെ റൂമിലൊക്കെ പോയി എനിക്ക് കരച്ചിൽ തുടങ്ങി. എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റില്ല. നാളെ അവർ ട്യൂബ് ഇട്ട് നോക്കാം എന്നാണ് പറഞ്ഞത്. എനിക്ക് ആകെ അങ്ങ് ടെൻഷൻ. അങ്ങനെ എൻ്റെ ടെൻഷൻ കാരണം മുമ്പ് ഡോക്ടർ വെച്ചിട്ട് പറഞ്ഞു അവർക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പം എന്ത് ചെയ്യും ഡോക്ടർ എന്ന് വെച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ, ഒരാളോട് സമാധാനപ്പെട്ടിരിക്കാൻ പറയും, നാളെ ഒന്നും ചെയ്യുന്നില്ല, നാളെ ആൾ കൂളായിട്ടിരിക്കട്ടെ, എന്നിട്ട് മറ്റേ നമുക്ക് പെയിനുള്ള ടാബ്ലറ്റ് ഇങ്ങനെ. അപ്പം മറ്റേന്നാ നമുക്ക്, അതായത് നാളെ ഒരു ദിവസം ആളിങ്ങനെ കൂളായിട്ടിരിക്കട്ടെ, നമുക്ക് മറ്റേന്നാ ആൾക്ക് പെയിനുള്ള ടാബ്ലറ്റ് വെക്കാം, എന്നിട്ട് ബാക്കി എന്താ വെച്ചാൽ ചെയ്യാം. അപ്പോഴത്തേക്ക് ബേബി 2 ഇത് സംഭവം കഴുത്തിൽ ചുറ്റിയിട്ടുണ്ടായിരുന്നു. എന്തെന്നായിരുന്നു സാധനത്തിൻ്റെ പേര്? അതിനിപ്പം 2 പൊക്കിൾക്കൊടി 2 തവണയായിട്ട് അങ്ങോട്ട് പൊക്കിൾക്കൊടി ചുറ്റിയിട്ടുണ്ട് എന്ന് ഡോക്ടർ ഇങ്ങനെ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നോർമൽ ഡെലിവറി നടക്കാനുള്ള ചാൻസും കുറവാണ്, എങ്കിലും നമുക്ക് കുറച്ച് നേരം ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഈ നോർമൽ ഡെലിവറി എന്ന് പറയുന്ന സംഭവം ഭയങ്കര പേടി. അത് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എല്ലാവർക്കും സിസേറിയൻ പേടി, എനിക്കെന്താ നോർമൽ ഡെലിവറി എനിക്ക് അറിയത്തില്ല. എനിക്ക് നോർമൽ ഡെലിവറി ഞാനൊരു വീഡിയോയിൽ കണ്ടതിന് ശേഷം എനിക്ക് പേടിയാണ്, ഭയങ്കര പേടി. എന്നുവെച്ചാൽ അതിലും എപ്പിഡോമലൊക്കെ ചെയ്യുമല്ലോ, മുറിവൊക്കെ ചെയ്യും. PV ചെയ്യുന്ന പോലെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ. BP ഒക്കെ ഹൈ BP കാര്യങ്ങളൊക്കെ ബേബിയുടെ അനുഭവം കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ കുഴപ്പമില്ല. അങ്ങനെ രാവിലെ 5:30 ആകുമ്പോഴാട്ടോ ലേബർ റൂമിൽ ചെല്ലാൻ പറഞ്ഞത്. അങ്ങനെ 18-ാം തീയതി 17-ാം തീയതി അങ്ങനെ പോയല്ലോ. നമ്മൾ ഒരു ദിവസം ഒന്നുമില്ല, നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞു എൻ്റെ ടെൻഷൻ കാരണം. അങ്ങനെ 18-ാം തീയതി രാവിലെ 5:30 ആയപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടാട്ടോ ഞാൻ ലേബർ റൂമിലോട്ട് വന്ന്. എനിക്ക് പേടി, എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാത്ത പേടി. നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ കണ്ടുള്ളൊരു പരിചയമല്ലേ ഉള്ളൂ. ഞാൻ കരഞ്ഞ് ഭയങ്കരമായിട്ട് വിഷമിച്ച് ലേബർ റൂമിലെത്തി. അങ്ങനെ അവർ മരുന്നൊക്കെ വെച്ചു, ഇഞ്ചക്ഷനൊക്കെ ഇട്ടു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് പെയിൻ വരാൻ തുടങ്ങി. അതും എനിക്കെങ്ങനെയാണ് പെയിൻ വരുന്നത് അറിയോ, കുറച്ച് നേരം വരും, ആ പെയിൻ മാറും, പിന്നെയും കുറച്ച് നേരം വരും, പോവും. അങ്ങനെ സെക്കൻഡ് ഇടവിട്ട് ഇങ്ങനെ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പെയിൻ വരാം, ചെറുതായിട്ട് വരും പോവും. അങ്ങനെ ഒരു 8 hour ഞാനിങ്ങനെ സഹിച്ചു വളർന്നു. എനിക്ക് മനസ്സിലായി എന്നെക്കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പെയിനല്ല. എപ്പിഡാറിൽ മര്യാദയ്ക്ക് എടുത്താൽ മതിയായിരുന്നു. എപ്പിഡാറിനെ പറ്റി ഞാൻ കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലേബർ നീട്ടും, ഭയങ്കരമായിട്ട് ലേബർ നീട്ടുന്നൊരു സംഭവമാണ് എന്ന് കേട്ടപ്പോൾ വെച്ചാൽ പെയിൻലെസ് ലേബർ. അപ്പം അത് പക്ഷേ ലേബർ ടൈം നീട്ടും എന്നുള്ളത് കൊണ്ട് പേടിച്ചിട്ട് ഞാൻ അതെടുത്തിട്ടുമില്ല. എനിക്ക് സഹിക്കാൻ പറ്റാനില്ല പെയിൻ. ഞാൻ 8 hour ആയപ്പോൾ ഞാൻ വളരെ കൂവി നില വിളിക്കാൻ തുടങ്ങി. സിസ്റ്റേഴ്സൊന്നും വലിയ പറ്റില്ല, വെച്ചാൽ അവർ സ്ഥിരത്ത് കണ്ടിട്ട് അവർക്ക് വലിയ പരിചയം, അതുകൊണ്ട് അവർക്ക് വലിയൊരു സംഭവമല്ല. അങ്ങനെ ഞാൻ കൂവി നില വിളിക്കാനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഡോക്ടർ വിളിക്കുക, പക്ഷേ ഡോക്ടർ നട്ടല്ല, ഡോക്ടർ വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൂവി. അങ്ങനെ അവർ ഡോക്ടറെ അറിയിച്ചു. പുള്ളിക്കാർ ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഡോക്ടർ എന്നോട് ചെയ്യുന്നില്ല, ഡോക്ടർ എനിക്കിനി ഇത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു എത്ര സമയമെന്ന് വെച്ചപ്പോൾ 8 hour ആയിട്ടുള്ളൂ. എന്തെങ്കിലും ഡയലൂഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഡയലൂഷൻ ഒട്ടും ആയിട്ടില്ല, ഒരു 1 centimeter പോലും ആയിട്ടില്ല. അതാണ് വേറെ ഏറ്റവും വലിയൊരു പ്രശ്നം. അങ്ങനെ ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, എന്നാൽ പിന്നെ സിസേറിയൻ ചെയ്യാൻ അങ്ങോട്ട്. ആ പെയിനും അനുഭവിച്ചുകൊണ്ടാണ് നേരെ സിസേറിയനിലോട്ട് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോകുന്നത്. അവിടെ ചെന്നു, കാര്യങ്ങളൊക്കെ അനസ്തേഷ്യയൊക്കെ തന്നു, എല്ലാം എനിക്കറിയാം. അവർ ചെയ്യുന്നതെല്ലാം എനിക്കറിയാൻ പറ്റുന്നുണ്ട്, പെയിനില്ല എന്നുള്ളൂ സിറ്റുവേഷൻ ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ
പെട്ടെന്ന് ഞാൻ ഒരു കുഞ്ഞ് കരച്ചിൽ കേട്ടോ. അപ്പോൾ എനിക്ക് ആ കരച്ചിൽ കേൾക്കുമ്പോഴും ഞാനിങ്ങനെ പക്ഷേ അവിടെ കിടന്നുകൊണ്ട് ഞാൻ എന്തോ ചിന്തിക്കാൻ അറിയോ, ചിലപ്പം ഗേൾ ബേബി ആവും ഇനി, ബോയ് ബേബി ആണോ, എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ ബേബി അല്ലേ എന്നുള്ളൊരു മൈൻഡിലേക്ക്. എന്നാലും ബോയ് ബേബി എന്നുള്ളൊരു ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ ഭയങ്കരമായിട്ട്, പക്ഷേ ആൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് പറഞ്ഞാണല്ലോ ഹസ്ബൻഡ്. ഇനി കരച്ചിലിടുമ്പോൾ എനിക്ക് മനസ്സിലായി പോയി. അപ്പം ഡോക്ടറെ പറഞ്ഞു, എടോ മോനാട്ടോ എന്ന് പറഞ്ഞു. ആ ടൈമിലൊരു എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷമുള്ളൂ. എന്നിട്ട് വലത്തോട്ട് നോക്കാൻ പറയും, വലത്തോട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് തന്നെ, എന്ന് വെച്ചാൽ ബ്ലഡൊക്കെ ആയിട്ട് ഇരിക്കലായിരുന്നു. അപ്പം കുളിപ്പിച്ചിട്ടൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ കാണിച്ചിട്ടോ. അപ്പം നല്ലൊരു ഉണ്ട കണ്ണൊക്കെ ഉള്ള ഒരു സുന്ദരക്കുട്ടൻ. അയ്യോ എനിക്കറിയത്തില്ല, എനിക്ക് എങ്ങനെ ആ സന്തോഷം പറഞ്ഞിട്ട് എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ ഉമ്മയൊക്കെ കൊടുത്തു, അങ്ങനെ അവർ പുറത്തൊക്കെ കൊണ്ടുപോയി. പിന്നെ നമ്മൾ അടുത്ത ദിവസം നമ്മൾ ICUലാണല്ലോ, കുഞ്ഞ് NICUലായിരിക്കും. ബട്ട് ഞാൻ മണ്ടത്തരം കൊണ്ട് ചിന്തിക്കുന്നത് കുഞ്ഞ് ഉമ്മാടയിലാണ്. അപ്പോൾ ഇടയ്ക്ക് അവർ ഫീഡ് ചെയ്യാനൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇവൻ ഫീഡ് ചെയ്യാൻ വരുന്നിട്ട് ഇവ അവൻ്റെ അടുത്ത് നടന്നങ്ങ് ഉറങ്ങും, ICUലെ തണുപ്പടിച്ചിട്ടേ. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉമ്മയുടെ തണുപ്പില്ല. പാതിരാത്രി ആയപ്പോൾ എനിക്കൊരു തോന്നല്, അപ്പോൾ ആ ദിവസം മൊത്തം കുഞ്ഞിനെ പറ്റി മാത്രമല്ലേ ചിന്തിക്കുള്ളൂ. അപ്പോൾ അയവ് വന്നിട്ടുണ്ട്, അതിൻ്റെ അലമ്പൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഇത് തുടങ്ങി പിന്നെ എന്ത് വേണം, എന്തോ വേണം, എന്തോ വേണം, എന്തോ അങ്ങോട്ട് വെക്ക്, എന്തോ വേണം. അങ്ങനെ ഞാൻ അയബുവിനെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഭയങ്കരമായിട്ട് ഡിപ്രഷൻ ആവാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ എനിക്ക് പ്രഗ്നൻസിക്ക് ശേഷമാണ് ഏറ്റവും കൂടുതൽ എന്നെ പോസ്റ്റ്മോർട്ടം ഭയങ്കരമായിട്ട് മെൻ്റലി വീക്കാക്കാൻ തുടങ്ങിയത്. പിന്നെ എനിക്ക് കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ, കുഞ്ഞിന് വെച്ചാൽ എനിക്ക് എന്തൊക്കെയോ അങ്ങ് ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ ആയി. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചല്ലോ, എനിക്ക് അവൻ്റെ മുഖം കാണുന്നതിനനുസരിച്ച് ഭയങ്കര റിഗ്രറ്റ് ആവാൻ തുടങ്ങി. അയ്യോ ഞാൻ ആ സമയത്ത് അങ്ങനെ ചിന്തിച്ചു, ഞാൻ സ്വപ്നമൊക്കെ കണ്ട് ഞെട്ടി എണീച്ച് കരയാൻ തുടങ്ങി. അങ്ങനെ ഓരോരോ എന്താ പറയുക, ഭയങ്കരമായിട്ട് ഞാൻ ഡൗൺ ആവാൻ തുടങ്ങി. പക്ഷേ ആ ടൈമിലൊക്കെ എന്നെ പഴയ രീതിയിൽ കൊണ്ടുവരാൻ ഒരുപാട് സഹായിച്ചത് എൻ്റെ ഹസ്ബൻഡ് തന്നെ കേട്ടോ. ഈ പണ്ടുള്ള പെണ്ണിൻ്റെ ശത്രു പെണ്ണാണെന്ന് പറയുന്ന എനിക്ക് കുറേ ആൾക്കാർ പറയും, അയ്യോ പ്രസവിച്ച പെണ്ണിൻ്റെ അടുത്ത് ഭർത്താവ് പോകാൻ പാടില്ല എന്ന് പറയില്ലേ, വെറുതെയാണ്. നമുക്ക് ഒരു ആപത്തും വരരുതെന്ന് അവരെക്കാളും ആവശ്യം നമ്മുടെ ഹസ്ബൻഡാണ്, എങ്കിൽ നമ്മുടെ പുള്ളിയുടെ പാർട്ട്ണറാണ്. ആൾക്കും ആളുടെ ലൈഫ് ബാലൻസ് ആവുള്ളൂ, ഓക്കെ ആയി പോകാൻ പറ്റുള്ളൂ. ഇവരെ രണ്ടുപേരെ രണ്ടിടത്താക്കിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഈ പോസ്റ്റ്മോർട്ടം സംഭവിക്കുന്നത്, പ്രസവിച്ചിറക്കാനൊക്കെ. നമ്മുടെ ഭർത്താവ് നമ്മളെ എത്രത്തോളം മെൻ്റലി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളത് നമ്മുടെ പ്രഗ്നൻസി ടൈമിലാണ് നമ്മുടെ എല്ലാ വീക്ക് പോയിൻറ്റും ആൾ മനസ്സിലാക്കി നമ്മളെ കൂടെ നിൽക്കേണ്ടത്. ആ ടൈമിൽ ഒരിക്കലും ഈ ആളുകൾ പറയുന്നത് കേട്ടിട്ട് അയ്യോ ഹസ്ബൻഡ് എന്ത് കുഴപ്പമാണ്, പ്രസവിച്ചിറക്കുന്ന പെട്ടിട്ട് ഹസ്ബൻഡ് വന്നാൽ എന്താ കുഴപ്പം. അവർക്കറിയാം നമ്മുടെ സിറ്റുവേഷൻ നല്ലപോലെ, ഈ പുറത്ത് നിന്ന് പറയുന്നവരെക്കാളും നല്ലപോലെ അറിയും. അപ്പോൾ ആൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പഴയ രീതിയിൽ മെൻ്റലി സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരാൻ പറ്റുള്ളൂ. എൻ്റെ സിറ്റുവേഷനിൽ അങ്ങനെ ആയിരുന്നു കേട്ടോ. ഞാൻ നല്ല മെൻ്റലി ഡൗൺ ആയിരുന്നു. എന്നെ പഴയ പോലെ കുറച്ച് ഒരുവിധം എന്നെ ഓക്കെ ആക്കി കൊണ്ടുവന്നത് ആൾ തന്നെയാണ്. ആളില്ല എന്നുണ്ടായിരുന്നു ഒരിക്കൽ, ആളും ഇതൊക്കെ കേട്ട് മാറി നിന്നിരുന്നെങ്കിൽ ഞാൻ തീർന്നു പോയേനെ. കാരണം എനിക്ക് ഭയങ്കര റിഗ്രറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം എൻ്റെ ലൈഫിൽ എൻ്റെ ഏറ്റവും ഹാപ്പി എന്ന് വെച്ചാൽ അന്ന് ഞാൻ എടുത്ത ഏറ്റവും നല്ല തീരുമാനം, ആ ഡോക്ടർ അന്ന് ഒന്നും ചെയ്യാൻ പാടില്ല നിങ്ങളെ ബേബിയാണെന്ന് പറഞ്ഞതെന്ന് ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഡോക്ടറെ ഞാൻ ഇന്നും ഞാൻ സ്നേഹത്തോടെ നയിക്കുന്നത്. കാരണം എൻ്റെ അയബു ഇല്ലെങ്കിൽ ഞങ്ങളുടെ ലൈഫ് ഇത്രയും നല്ലതാവില്ല, ഇത്രയും സന്തോഷമുള്ളതാവില്ല. ഇപ്പം ഞങ്ങളുടെ ജീവിതത്തിനൊരു അർത്ഥമുണ്ട്, ഞങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. ഒരുപാട് ഇപ്പം ജീവിതത്തിലുള്ള കാഴ്ചപ്പാട് എന്നെ മാറ്റിയത് എൻ്റെ അയബു കേട്ടോ. അത്രേ ഉള്ളൂ. ഇതൊക്കെ എന്തോ എനിക്ക് നിങ്ങളോട് ഇപ്പോൾ പറയണമെന്ന് തോന്നി, അതല്ലോ പറയും. ടാറ്റാ, വാ ഒന്ന് ഒരു ടാറ്റ പറഞ്ഞേ, കരിയിലൊക്കെ കളിച്ചിട്ട് നിൽക്കുക.